വെള്ളൂർ കിഴക്കുംപാട്ടെ ഒ അജിത് ബാബുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നും മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും അജിത് ബാബുവിന്റെ ഭാര്യ അജിത PM-ഉം ആക്ഷൻ കമ്മിറ്റിയും അധികൃതരോട് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ഒരു മോശം ആർക്കും അതിനെക്കുറിച്ച് പറയാനില്ല. അപ്പോൾ ഈ ആത്മഹത്യൻ്റെ കാരണം കുഴപ്പമില്ലാണ് ആത്മഹത്യൻ്റെ കാരണം. അതിൻ്റെ കുറ്റവാളികളെ എന്തായാലും കാര്യമായിട്ട് തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കണമെന്ന അഭിപ്രായം നമുക്ക് ആക്ഷൻ കമ്മിറ്റിയിലും നാട്ടുകാരെല്ലായിടത്തും ബന്ധുക്കളെല്ലായിടത്തും എല്ലാം പറയാനുള്ളത്. അത് കാര്യമായിട്ട് ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ പോലീസിനോടും എല്ലായിടത്തും നമ്മളെല്ലാം അന്നേ പറയുന്നത്. ഈ പുറച്ച് പറഞ്ഞു തന്നെ ഇപ്പം നാട്ടുകാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ കാര്യമായ വിമർശനമുണ്ടെന്ന് വെച്ചാൽ ഇത്രയും നാളായിട്ട് ഇതിൻ്റെ ഒരു നടപടി ഇനിയില്ല എന്നൊരു കാര്യമായ വിമർശനമുണ്ട്. അതുകൊണ്ട് അത് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് കാര്യമായിട്ടൊന്ന് പറയാം. മരണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ അജിത് ബാബുവിന് മർദ്ദനമേൽക്കുകയും തുടർഭീഷണികൾ ഉണ്ടായതായും പറയപ്പെടുന്നു. മെയ് 29-നാണ് അജിത് ബാബുവിനെ മരണപ്പെട്ട നിലയിൽ കിഴക്കുംപാട് നാഗത്തിൻമൂല അണക്കെട്ടിന് സമീപം കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ബാബുവിന്റെ മരണത്തോടെ അനാഥമായത് 2 കൊച്ചുകുട്ടികളും ഭാര്യയും ഉൾപ്പെടുന്ന നിർധന കുടുംബമാണ്. കുഞ്ഞിനെയും കൊണ്ടല്ലേ എൻ്റെ മോൻ പിന്നെ പോയത്. അതുകൊണ്ട് അവർക്ക് ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദികളായവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ആക്ഷൻ കമ്മിറ്റി ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ C. ചന്ദ്രൻ മാസ്റ്ററും ആവശ്യപ്പെടുന്നു. നമ്മുടെ നാടിൻ്റെ എല്ലാവർക്കും പ്രിയപ്പെട്ട ബാബു ആത്മഹത്യ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞു. ബാബുവിൻ്റെ ആത്മഹത്യ കാരണക്കാരായ ആളുകളെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഡിമാൻഡ്. ഇതിനാവശ്യമായ തെളിവുകളൊക്കെ വീഡിയോ സന്ദേശങ്ങളും ഓഡിയോ സന്ദേശങ്ങളൊക്കെ നമ്മൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. 1 മാസമായിട്ടും നമ്മൾ പ്രതികളെന്ന് സംശയിക്കുന്ന ആൾ ഈ നാട്ടിൽ ശൗര്യവികാരം നടത്തുകയും ആളുകൾക്കൊക്കെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു വിശ്വാസത്തോടു കൂടി ചെറുപ്പക്കാരുടെ വിരസി നടക്കുന്നത് ഈ നാട്ടിന് ജനങ്ങൾക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് നടപടി എത്ര വേഗം ഉണ്ടായിരിക്കണമെന്നത് നമ്മുടെ ഉറച്ച ആവശ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.